ആതിര, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരൊക്കെയാകും മത്സരിക്കുക, എവിടെയൊക്കെയാകും മത്സരിക്കുക എന്നുള്ള കാര്യത്തിനെ പറ്റി തലങ്ങും വിലങ്ങും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന അരൂരോ കായംകുളത്തോ ഒക്കെ മത്സരിക്കുമെന്നാണെങ്കിൽ പോലും ഇപ്പോൾ വട്ടിയൂർക്കാവിലാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നത്. BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ്. എന്തായാലും ഒരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു അഭിമാന പോരാട്ടമാണ് വട്ടിയൂർക്കാവ്. ശോഭാ സുരേന്ദ്രനെ കൊണ്ടാകുമോ വട്ടിയൂർക്കാവ് എടുക്കാൻ? ശോഭാ സുരേന്ദ്രന്റെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 3-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്ന ഒരു അവസ്ഥ ശോഭാ സുരേന്ദ്രന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അവര് 2012-ലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിലുള്ളത്. അവര് ആദ്യമായി രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയം തൊട്ട് നല്ല രീതിയിൽ ഒരു വോട്ട് ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഇപ്പൊ BJP A ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്, അവിടെയൊക്കെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ പങ്ക് വളരെ വലുതാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അത്തരം സ്ഥലങ്ങളിലെല്ലാം 3-ാം സ്ഥാനത്ത് നിന്ന് BJP എടുത്ത് 2-ാം സ്ഥാനത്ത് കൊണ്ടിട്ട് കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറ്റൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുന്നു, അവിടെ ഒരു തോൽവി സംഭവിക്കുന്നു. എന്റെ ഒരു വിലയിരുത്തലിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് പിടിച്ചുകൊണ്ടിട്ട മണ്ഡലങ്ങളിൽ ഒരിക്കൽ കൂടി അവർ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും വിജയിക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രനെ പോലെ വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു യന്ത്രം BJP-ക്ക് വേറെ ആരും ഇല്ല എന്നാണ്. അത്ര വലിയ ശരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള പ്രസംഗങ്ങളാണെങ്കിലും അതൊക്കെ കേട്ടിരിക്കാനും അല്ലെങ്കിൽ അതിനോടൊരു ഇംപ്രസീവ് അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനും ശോഭയ്ക്ക് നല്ലൊരു കഴിവുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പൊ ആലപ്പുഴയിലാണെങ്കിൽ തന്നെ ആരിഫ് ആയിരുന്നു ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 20-ൽ 19 അല്ലെങ്കിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആരിഫ് പിടിച്ച ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിലേക്ക് BJP-ക്ക് ആ കാലത്ത് 2-ാം സ്ഥാനമായിരുന്നു UDF ഉണ്ടായിരുന്നത്. പക്ഷെ അടുത്ത ഈ കഴിഞ്ഞ ലോക്സഭ ആയപ്പോഴത്തേക്കും KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. KC പോലൊരു കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കേന്ദ്രത്തിൽ നിന്നും KC വിളിച്ച് എന്തിനാണ് ആലപ്പുഴയെ കൊണ്ട് നിർത്തിയത്? ആരായിരുന്നു ഓപ്പോസിറ്റ്? ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ഓപ്പോസിറ്റ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ ആ പറയുന്ന ഇലക്ഷൻ വോട്ട് അല്ലെങ്കിൽ വോട്ട് റിസൾട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ശോഭാ സുരേന്ദ്രന്റെ ലീഡിംഗ് ഒന്ന് ശ്രദ്ധിച്ചറിയാം. 1 ലക്ഷം 1.5 ലക്ഷം ഭൂരിപക്ഷത്തിലേക്കൊക്കെ ആലപ്പുഴയിൽ KC പോലൊരു നേതാവിന് ഒരു ഏറ്റവും ശക്തമായ ഒരു എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരിഫിനോട് പ്രവർത്തനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എതിർപക്ഷത്ത് ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് മാത്രമാണ് 2-ാം സ്ഥാനമൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയതുപോലെ നമുക്ക് തോന്നും. അതേപോലെ തന്നെയായിരുന്നു കായംകുളം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും CPM-ന്റെ ഒരു കോട്ടയായിരുന്നു. അവിടെ ശോഭ വിരിഞ്ഞ അല്ലെങ്കിൽ ശോഭനമാക്കി മാറ്റിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ അല്ലെങ്കിൽ 12,000-16,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ VV രാജേഷ് ആണെങ്കിൽ തന്നെ വട്ടിയൂർക്കാവിൽ ഇതിനു മുൻപ് മത്സരിച്ചിട്ടുള്ള ആളായിരുന്നു. ഒരു നിസാര ഭൂരിപക്ഷത്തിനാണ് ഈ പറയുന്ന 2-ാം സ്ഥാനം തന്നെയാണ് BJP-ക്കോടും കിട്ടിയിട്ടുള്ളത്. പക്ഷെ VV രാജേഷിന് പകരം ശോഭാ സുരേന്ദ്രനോട് നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1-ാം സ്ഥാനം കിട്ടിയേനെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥലത്തേക്കാണ് ശോഭ വീണ്ടും നിൽക്കാൻ വരുന്നത്. നേരത്തെ നമ്മള് ഈ പറയുന്ന ഒരു അഭ്യൂഹ ലിസ്റ്റുകളിനകത്തിൽപ്പെട്ട 2 പേരായിരുന്നു സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും. പക്ഷെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്താണ് മത്സരിക്കുന്നതെങ്കിൽ പിന്നെ ഒരു ഒറ്റ പേര് മാത്രമേ ഈ പറയുന്ന വട്ടിയൂർക്കാവിൽ BJP-ക്കുള്ളൂ. അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. അത് ശോഭനമാക്കും എന്നുള്ളത്. കാരണം ഓൾറെഡി ഒരു BJP തേരോട്ടമാണ് ഈ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ വെറുതെ പോയി നിന്നാൽ പോലും നല്ല രീതിയിൽ വോട്ട് ഷെയർ കൂട്ടാൻ പറ്റുന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതെ, നമ്മളിത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടിരുന്നു. BJP തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സീറ്റ് പിടിക്കില്ല എന്ന് വിചാരിച്ചെടുത്തതെന്ന് ഒരു കോർപ്പറേഷൻ പിടിച്ചൊരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിലൊരു ശക്തമായൊരു അടിത്തട്ടിലെ പ്രവർത്തനം കൃത്യമായി BJP നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അവിടെ BJP-ക്ക് ഒരു സ്ഥാനമുണ്ടെന്നൊരു നറേറ്റീവ് അവിടെ ഇൻജക്ട് ചെയ്യാൻ BJP-ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തനം തന്നെയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CPM ആണ് അവിടെ ഉള്ളതെങ്കിൽ പോലും BJP-ക്ക് ഒരു വലിയ സാധ്യത തുറന്നിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ വിജയ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തുന്നതെങ്കിൽ ആതിര പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ തന്നെ നിർത്താൻ കഴിയുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് സുഖമായിട്ട് BJP-ക്ക് കൊണ്ടുപോകാൻ കഴിയും. ആരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാലും പോകുന്നുള്ളൊരവസ്ഥയാണ്. കഴിഞ്ഞ തവണ ഇപ്പൊ ആലപ്പുഴയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശോഭയാണ് ഓപ്പോസിറ്റ് എന്ന രീതിയിൽ എന്തിന് KC അവിടെ കൊണ്ട് നിർത്തി? ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര നേതാവ് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ മനോഹരമായി കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെ പിടിച്ച് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പാർലമെന്റിലേക്ക് വീണ്ടും മത്സരിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? വേറെ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ ഇല്ലാഞ്ഞിട്ടാണോ? ശക്തമായി എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഈ പറയുന്ന KC എന്ന് പറയുന്ന മുഖത്തിനെ അവിടെ വെക്കേണ്ടി വന്നു. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ
രണ്ടാം സ്ഥാനത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്രയ്ക്കും നല്ലൊരു വാട്ട് ഷെയർ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് എവിടെ പോയാലും വാട്ട് ഷെയർ ഉണ്ടാക്കും. അതാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ നിരീക്ഷകരില് ശോഭയ്ക്കുള്ളൊരു പ്രത്യേക ഒരു സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നത്. പാലക്കാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ശോഭ നിന്ന സമയത്ത് ലക്ഷങ്ങൾ, നമ്മളിപ്പോൾ ജയിച്ചതു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എത്ര ലക്ഷം വോട്ടുകൾ സമാഹരിച്ചു എന്ന് നോക്കണം. പ്രസംഗങ്ങളാണ്, കവല പ്രസംഗങ്ങൾ, വ്യക്തിഗതമായുള്ള സംസാരങ്ങൾ. എനിക്ക് തോന്നുന്നു വലിയ എന്താ പറയാ, ഒരു ഹേറ്റ്രഡ് ഇല്ലാത്ത ഒരു BJP നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ന്യൂട്രൽ വോട്ടുകളെ സമാഹരിക്കാൻ കഴിയാറുണ്ട്. ഇപ്പോൾ BJP സംബന്ധിച്ച് എവിടെ മത്സരിച്ചാലും, ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും BJP വോട്ടുകൾ നേടിക്കൊണ്ടാണ് അവർ വിജയിക്കാറുള്ളത്. ന്യൂട്രൽ വോട്ടുകൾ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗോപാലകൃഷ്ണൻ സാറുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ന്യൂട്രൽ വോട്ടുകൾ എന്തുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായ ന്യൂട്രൽ വോട്ടുകൾ മറിക്കാനുള്ള കഴിവ് അത് എങ്ങനെയാണ് എന്നുള്ളത്, അത് എന്ത് തരം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണെന്ന് അറിയില്ല. ആലോചിച്ച് നോക്കണം, ഈ ശോഭ മത്സരിക്കുന്ന സമയത്ത്, ഈ ലോക്സഭയിൽ മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂര് സുരേഷ് ഗോപി, തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ, മൂന്നാമത്തെ ഈ ലീഡിങ് നിന്നോണ്ടിരിക്കുന്ന മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. BJPയുടെ തന്നെ എനിക്ക് തലതൊട്ടപ്പന്മാർക്ക് പോലും ഇങ്ങനെ ഇത്ര വാട്ട് ഷെയർ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന KC വരുന്നു. അപ്പുറത്ത് ഈ പറയുന്ന ആലപ്പുഴയ്ക്ക് വളരെ പ്രിയനായിട്ടുള്ള ആരിഫ് ഉണ്ട്. ആരിഫിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ആലപ്പുഴ ജനങ്ങൾക്കില്ല. എന്നിട്ട് പോലും അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ശോഭ എന്ന് പറയുന്നത്. എവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും BJPക്ക് അഭിമാനമായി മാറുന്ന ശോഭ. ആ ശോഭയെ കണ്ണും പൂട്ടി BJPക്ക് കൊണ്ട് നിർത്താം. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ മാത്രം നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ മാത്രം നിങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ മതി. അതാണ് ഈ പറയുന്ന BJPക്ക് ശോഭാ സുരേന്ദ്രനോടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ തീ പാർന്ന കുറെ നേതാക്കന്മാർക്ക് BJPക്ക് ഉണ്ട്. ഇപ്പൊ പ്രശാന്ത് ശിവ പാലക്കാട് എന്നുള്ള, അതേപോലെ ആലുവ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നുള്ളതായിരിക്കും അതീന ഭാരതി. പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത്, നേരത്തെ മേഘ പറഞ്ഞാൽ ന്യൂട്രൽ വോട്ട്സ് ഇവർക്ക് കിട്ടില്ല. ഇവര് കൃത്യമായിട്ട് ഈ പറയുന്ന BJPക്ക് ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വർഗീയ വശമില്ലേ, അത് കൂടുതലായിട്ടും ഇങ്ങനെ പറഞ്ഞ് ഇവർക്ക് എക്സ്ട്രീമിസ്റ്റ് നിലപാടുകളാണ് ഇവരെ എല്ലാം ജനങ്ങൾക്ക് അപ്രിയരാക്കി നിർത്തുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അതില്ല. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ സുരേന്ദ്രൻ പക്ഷവും രാജീവ് ചന്ദ്രശേഖർ പക്ഷവും അവരില്ല എന്ന് പറയുമെങ്കിൽ പോലും ഇരുപക്ഷവും തമ്മിൽ വെട്ടലുകൾ നടന്നിട്ടില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ അവർക്ക് കഴിയണം. ആ കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ, അവർ പറയുന്ന പോലെ 86 സീറ്റുകൾ BJPക്ക് കേരളത്തിൽ കിട്ടിയില്ല എങ്കിൽ പോലും ആ ഒരു ഒറ്റ സീറ്റ് അവർക്ക് ഉറപ്പിക്കാം എന്നുള്ളത്. 86 സീറ്റിൽ ഒരു സീറ്റ് എന്തായാലും ശോഭാ സുരേന്ദ്രനുള്ളതായിരിക്കും. അത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി നിൽക്കുന്ന സമയത്ത് തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള അതേ സീറ്റ് പോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും CPM-നും ഒരേപോലെ ഉറപ്പുള്ള ഒരു സീറ്റാണ് ശോഭാ സുരേന്ദ്രന്റെ വട്ടിയൂർക്കാവിലുള്ള സീറ്റ്. അവര് ഇനിയിപ്പം അവരൊന്ന് വന്നാൽ മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹമാണ് വട്ടിയൂർക്കാവിലുള്ള ജനങ്ങൾക്ക്. അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്ന തദ്ദേശത്തില് BJPക്കുള്ള വട്ടിയൂർക്കാവിലുള്ള വാട്ട് ഷെയറിന്റെ കൂടുതൽ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ശോഭ അറിയാത്ത ആൾക്കാരൊന്നും അല്ല ഈ പറയുന്ന തലസ്ഥാനത്തുള്ള ആൾക്കാര്. അപ്പൊ എന്തായാലും ശോഭയുടെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരുടെ ആരാണ് ഓപ്പോസിറ്റ് വരുന്നത്. കേന്ദ്രത്തിൽ നിന്നൊക്കെ ആൾക്കാരെ ഇനി കോൺഗ്രസും ഈ പറയുന്ന CPM ഒക്കെ കൊണ്ടുവരുമെന്ന് നമുക്ക് നോക്കാം. ആനി രാജയൊക്കെ വന്ന പോലെ ശോഭയ്ക്കെതിരെ ആനി രാജയോ, ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി ഓൾറെഡി ഉള്ളത് കൊണ്ട് കൊണ്ടുവരില്ലായിരിക്കാം. ഇനിയൊരു ബൈ ഇലക്ഷൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കാത്തിരിക്കാം ആരാണ് വട്ടിയൂർക്കാവിലുള്ള സ്ഥാനാർത്ഥികൾ.